ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം മാത്രമല്ല അശ്വിനോടും അശ്വിന്റെ കുടുംബത്തോടും ഇവർ വിവേചനം കാണിക്കുന്നുണ്ട്. അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ഇവര് അശ്വിനോട് കാണിച്ച വിവേചനം എന്താണെന്ന് വെച്ചാണെങ്കിൽ നോക്കിക്കോളൂ. ഈ വ്ളോഗിൽ ഇവര് കേക്ക് മുറിക്കുന്ന ഭാഗം ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം. ഇതിൽ അശ്വിൻ എവിടെയാണ് നിൽക്കുന്നത് നിങ്ങൾ നോക്കണം. ഇദ്ദേഹത്തെ ആ ചെയറിലേക്ക് ഇട്ടു. നോക്കണം. ദിയയുടെ സൈഡിൽ ഇങ്ങനെ കൈ അടിച്ച് നിൽക്കാണില്ലേ അശ്വിന്. ദിയാണ് കേക്ക് മുറിക്കുന്ന സമയത്ത് നടുവിൽ നിൽക്കുന്നത്. ഇവിടെ ഇനി ആ കസേര കയറിയിരുന്നല്ലേ മുട്ടുകാലി എന്തല്ലേ ഓടിക്കും. സ്വന്തം മോന്റെ ബർത്ത്ഡേ ആണ് ആഘോഷിക്കുന്നത്. മുൻപന്തിയിൽ നിൽക്കേണ്ട ആളാണ്. അപ്പുറത്തുനിന്ന് സൈഡിൽ നിന്ന് കൈ അടിക്കുകയാണ്. സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തു വെച്ചതല്ലേ, ആരോടും പരാതി പറയാനും പറ്റില്ല. എന്തൊരു ഗതികേടാണ് അവന്റെ. സാധാരണ ഇത്തരം സന്ദർഭങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവേണ്ടത്? കേക്ക് മുറിക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും മുന്നിൽ ഉണ്ടാവണം. ഒരു ഭർത്താവ് മനോഭാവമാണ് അവൾക്ക്. പൂർണ്ണമായിട്ടൊരു ഭാര്യയാകാൻ എനിക്ക് കഴിയുന്നില്ല, അതാ കുഴപ്പം. ഇതൊക്കെ കാണുന്ന സമയത്ത് അശ്വിൻ എന്തോ അവിടെ അതിഥിയായിട്ട് വിളിച്ചു വരുത്തിയ പോലെ ഉണ്ട്. ഒന്നുമില്ലാത്തടത്തൊന്നും വന്നതൊന്നുമല്ല. ഒന്നിനും കൊള്ളരുതാത്തവനാണെന്ന് വരുത്തി തീർത്തിട്ട് പുകച്ചു പുറത്തിയായിരിക്കാം, ഇതല്ല ഉദ്ദേശം. ഇതിനും വലിയൊരു ഇൻസൾട്ട് ഒരു അച്ഛൻ ഇനി എങ്ങനെയാണ് കിട്ടാനുള്ളത് അല്ലേ? പിന്നെ അശ്വിൻ ഇതൊക്കെ ചെയ്യാനോട് പിന്നെ കുഴപ്പമില്ല എന്ന് വെച്ചാണെങ്കിൽ ഈ കുഞ്ഞിന്റെ ബർത്ത്ഡേ വ്ളോഗിൽ എവിടെയും അശ്വിന്റെ വീട്ടുകാരെ കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇതൊക്കെയാണ് പാവപ്പെട്ട ഒരു പണക്കാരും തമ്മിലുള്ള വ്യത്യാസം. അച്ഛന്റെ വീട്ടുകാരെ അവർ മനഃപൂർവ്വം ബർത്ത്ഡേ സെലിബ്രേഷനിൽ നിന്നും ഒഴിവാക്കി നിർത്തി എന്നുള്ളതാണ്. ഇതൊക്കെ ആളുകൾ കൃത്യമായി നോട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. കാശില്ലാത്തവൻ എന്നും അപമാനമേ വിധിച്ചിട്ടുള്ളൂ. അച്ചി വീട്ടിൽ ഇങ്ങനെ പുറത്താൽ ഒരു പട്ടിയുടെ വില പോലും ഉണ്ടാവില്ലെന്ന്. കർമ്മയിൽ വിശ്വസിക്കുന്നൊന്നുമില്ല, പക്ഷെ ചിലപ്പോ ബൂമർ അങ്ങനെ വരും. ഓക്കെ, ചിലർക്ക് മാത്രം. നിനക്ക് സംതൃപ്തിയായിട്ടാ ചതിയോ?